ഹായ് ഗായ്സ്, ഞാനിപ്പോൾ എൻ്റെ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ സ്റ്റോറി ഇട്ട് എല്ലാവർക്കും ഷെയർ ചെയ്തു എന്നുള്ളൂ. എന്നെ ഇതുവരെയായിട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലായിരുന്നു. സോ ഐ എം ഹെലൻ എന്നാ അറിയാം. സോ കുറച്ച് ഓക്വേർഡ്നെസ് ഉണ്ടാകും തുടക്കമല്ലേ. അപ്പോൾ ഗൈസ് ദേ നോക്കി തന്നെ രാവിലെ തന്നെ ക്യാമറ നോക്കി റെഡി ആവാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ നടപടി ആവാത്തതുകൊണ്ട് ഞാൻ പിന്നെയും മിററിൽ തന്നെ പോയി റെഡിയായി. ടൈം ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് സംസാരിച്ചിരിക്കാൻ സമയമില്ല. ഞാൻ വേഗം റെഡിയായി പോവാണ് ഗൈസ്. ബൈ. ഷോള് ഞാൻ ഇതേപോലെ തലയിൽ കൂടി ഇടുന്നത് മുടി ചീത്തയാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. 2 വീലർ ഓടിക്കുന്ന ഗേൾസിന് ഇതെന്തായാലും മനസ്സിലാവും. മെട്രോ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ഓട്ടമാണ് ഗൈസ്. പിന്നെ അതെ ഇന്ന് ട്രെയിനിൽ എൻ്റെ ഒരു ഫ്രണ്ട് മഹേഷും ഉണ്ടായിരുന്നു. മെട്രോ സ്റ്റേഷനിൽ നിന്ന് 2 മിനിറ്റ്സ് ഉള്ളൂ ഓഫീസിലേക്ക്. ഓഫീസ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ വർക്ക് തന്നെയാണ്. പിന്നെ ഒരു ഉച്ചയാകുമ്പോഴേക്കും പാൻട്രിയിലേക്ക് പോകും. ഇതിൻ്റെ പാൻട്രി വ്യൂ ആണ്. എനിക്ക് ഈ വ്യൂ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ലഞ്ച് ഇലയിലാണ് കൊണ്ടുപോകണത് കൂടുതൽ. കാരണം പാത്രം ചുമന്നുകൊണ്ട് പോകാൻ എനിക്ക് ഭയങ്കര മടിയാണ്. ഇതാകുമ്പോൾ പാത്രം കഴുകുകയും വേണ്ട, കളയാലോ. പിന്നെ ഞങ്ങൾക്ക് ക്രിസ്മസ് ട്രീ ഡെക്കറേഷനൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഓൾറെഡി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കണത് തിശക്ക് ഇങ്ങനെയൊന്നും അല്ല എന്നും പറഞ്ഞ് എല്ലാം മാറ്റണതാണ് കാണുന്നത്. അഴിച്ച് പണിത് അവസാനം ക്രിസ്മസ് ട്രീ ഡെക്കറേഷനൊക്കെ ചേട്ടൻ്റെ മേത്തുണ്ടായിരുന്നു. ക്യാമറ റെക്കോർഡിംഗ് ആണെന്ന് അറിഞ്ഞ് ആക്ടിങ് ചെയ്യുന്ന ഞാനും ഐഷയും സുർജിത്തായിരുന്നു. പിന്നെ ഈവനിങ് ആയപ്പോൾ ഞങ്ങളൊന്ന് ചായ കുടിക്കാനൊക്കെ പോയി. എൻ്റെ കൂടെ ഉള്ളത് ടോബിറ്റാണ്. പിന്നെ ബാക്കിൽ വരുന്നത് ജോണാണ് ഗൈസ്. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പനമ്പള്ളിയിലുള്ള ഒരു ചായക്കടയിലാണ് പോണത്. പനമ്പള്ളിയിലുള്ളവർക്ക് കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള കടയായിരിക്കാം. ഈ റൂട്ടും പനമ്പള്ളിയിൽ കടവന്ത്ര ഉള്ളവർക്ക് ഫെമിലിയർ ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ ടീ ബ്രേക്ക് എത്തി ഗൈസ്. നമുക്കറിയാം പനമ്പള്ളി പാർക്കിൻ്റെ അടുത്ത് തന്നെ ഉള്ള ഒരു ടീ ഷോപ്പാണ് ടീ ബ്രേക്ക്. ഓഫീസിൽ ഞങ്ങൾ മോസ്റ്റ്ലി ചായ കുടിക്കാൻ വരുന്നത് ടീ ബ്രേക്കിലാണ് ഗൈസ്. ഈവൻ ദോ ഞങ്ങൾക്ക് ഓഫീസിൽ നിന്ന് ചായ കിട്ടുമെങ്കിലും ഓഫീസ് ടൈം കഴിഞ്ഞതിന് ഇവിടെ നിന്ന് ചായ കുടിക്കണ ഒരു ഹാപ്പിനെസ്. ഞങ്ങൾ ആദ്യം ഒരു എഗ് പപ്സും കട്ട്ലേറ്റും പിന്നെ ഒരു സവാള വടയാണ് കഴിച്ചത്. പിന്നെയാണ് അതേ ചായ ലൈമൊക്കെ വന്നത്. ഇവൻ എന്തിനാണ് പത്തിരിയുടെ ഒപ്പം സോസ് കഴിക്കണേന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ ഫ്രണ്ട്സും അങ്ങനെയുണ്ട്. അങ്ങനെയാണ് ഫുഡിങ് ഒക്കെ കഴിഞ്ഞ് ഇതേ ബാഡ്മിൻ്റൺ കളിക്കാൻ വേണ്ടി ഞങ്ങൾ പോയി. ഈ ഡ്രസ്സൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് വെറുതെ തോന്നും ഭയങ്കര പ്രോ പ്ലെയറാണ്. പക്ഷേ ഇതൊക്കെ ചീപ്പ് ഷോയാണ്. ഞാൻ ബാഡ്മിൻ്റൺ കളിച്ചു തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. ബിക്കോസ് എനിക്കിങ്ങനെ തോന്നി ഇങ്ങനെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ തടിച്ചാവും, അപ്പോൾ എന്തെങ്കിലും എക്സസൈസ് ചെയ്തേക്കാം എന്ന് തോന്നി പോയതാണ് ഗൈസ്. ബാഡ്മിൻ്റൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഒരു ചത്ത അവസ്ഥയിലാണ്. ഇന്നാണെങ്കിൽ ഞങ്ങൾ 4 പേരായി ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ 6 പേരുണ്ടാവാറുണ്ട്. വർക്കും ബാഡ്മിൻ്റനും എല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തുമ്പോൾ ഒരു നേരമാവും ഗൈസ്. അങ്ങനെ ഞാൻ ഇന്നത് ഭയങ്കര ടയേർഡായിട്ടാണ് വന്നേക്കണേ. അപ്പോൾ ബൈ.